ക്രൂശിത വഴിയിലൂടെ 23-ാം ദിനം. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. ഈ വചനം നമ്മെ പഠിപ്പിച്ച ഈശോനാഥൻ തൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. ഈശോ നമുക്ക് നൽകുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാം. ഒത്തിരി സ്നേഹിക്കുന്നവർ നൽകുന്ന നിത്യസമ്മാനമാണ് സഹനം എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ദൈവത്തെ കുറ്റപ്പെടുത്താതെ സന്തോഷം ഏറ്റെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈശോയുടെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റേതായിരുന്നു. പക്ഷേ ഈശോ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. ജീവിതത്തെ മുഴുവൻ മനുഷ്യന് വേണ്ടി നീക്കി വച്ചവൻ ഒരു വാതിലായി മാറി. ആ വാതിലിലൂടെ പ്രവേശിച്ചവർ സ്വർഗരാജ്യം നേടി. മാറ്റി നിർത്തപ്പെട്ടവരെയും കല്ലെറിയപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിച്ച ക്രിസ്തുവിനെ പോലെ നമുക്കും എല്ലാവരെയും സ്നേഹിക്കാം. നമ്മെ ദ്രോഹിച്ചവരോടും വേദനിപ്പിച്ചവരോടും നമുക്ക് ക്ഷമിക്കാം. നമുക്കവരെ സ്നേഹിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുസ്നേഹത്തിൻ്റെ മഹനീയ മാതൃക അവിടുന്ന് നമുക്ക് പകർന്നു നൽകി. പിതാവേ, ഇവർ ചെയ്തതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശത്രുക്കളോട് ക്ഷമിക്കാം. ക്രിസ്തു നമുക്കായി ഒരു വാതിലായി മാറിയതുപോലെ ഈ നോമ്പുകാലത്ത് നമുക്ക് മറ്റുള്ളവർക്ക് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വാതിലായി മാറാം. സ്തുതിയായിരിക്കട്ടെ.